പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനും സൂപ്പർ താരവുമായ OTC റോമൻ റീൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റീൻസിൻ്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് മാത്രം WWE ഒരു ബ്രേക്കിംഗ് ന്യൂസ് പുറത്തേക്കിടുകയുണ്ടായി. ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോഗ്രാമിൽ റോമൻ റീൻസ് അപ്പിയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. റോമൻ റീൻസ് ഇതിനു മുൻപുള്ള SNME ഷോകളിലൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ റോമൻ റീൻസ് ആദ്യമായി വരുന്ന ഈ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ റോമൻ റീൻസിൻ്റെ മത്സരമല്ല നടക്കാൻ പോകുന്നത്, മറിച്ചൊരു സെഗ്മെൻറ്റാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് റോമൻ റീൻസിൻ്റെ കൂടെ വരുന്നത് അമേരിക്കയിലെ ബാസ്കറ്റ്ബോൾ ടീം അംഗം, NBA വിജയിച്ച ടീമിലെ അംഗമാണ്. അപ്പോൾ എന്ത് തരത്തിലുള്ള സെഗ്മെൻറ്റാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. എന്തിനു വേണ്ടിയാണ് ഈ ഒരു സെഗ്മെൻറ്റ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക, മാഡിസൺ സ്ക്വയർ ഗാർഡൻ എന്ന് പറയുന്ന ലോകത്തിലെ അതിപ്രശസ്തമായ എറീനയിൽ വെച്ച് നടക്കുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൻ്റെ ടിക്കറ്റ് സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം റോമൻ റീൻസിനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. നമുക്കറിയാം MSG എന്ന് പറയുന്ന ഈ ഒരു ഷോ അല്ലെങ്കിൽ ഈ ഒരു എറീനയിൽ വെച്ച് നടത്തുന്ന ഷോസ് മാക്സിമം ടോപ്പ് സ്റ്റാർസിനെ ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എപ്പോഴും കളർഫുള്ളാക്കാൻ WWE ശ്രമിക്കാറുണ്ട്. ഇപ്രാവശ്യവും CM Punk, കോഡി റോഡ്സ് തുടങ്ങിയ താരങ്ങളുടെയൊക്കെ മത്സരം അനൗൺസ് ചെയ്തിട്ട് അവർ ആ ഒരു പതിവ് തെറ്റിച്ചില്ല. ഇപ്പോൾ ഇതാ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റീൻസിൻ്റെ ഒരു സെഗ്മെൻറ്റും കൂടി അനൗൺസ് ചെയ്തിട്ട് മാക്സിമം കളർഫുള്ളാക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോമൻ റീൻസിൻ്റെ സമ്മർ സ്ലാമിലെ മത്സരത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബിൽഡപ്പ് ഈ സെഗ്മെൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുമോ എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓരോ എപ്പിസോഡിൽ നമുക്ക് അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചേക്കും. എന്തായാലും റോമൻ റീൻസ് ഞായറാഴ്ചത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ എന്ന് പറയുന്ന ഷോയിൽ വരുന്നുണ്ട്. മിക്കവാറും ടിക്കറ്റ് സെയിൽസിലും റേറ്റിംഗ്സിലും നല്ലൊരു ബൂസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റോമൻ റീൻസ് ആദ്യം ഈ ഒരു ബാസ്കറ്റ്ബോൾ അംഗത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു ട്വീറ്റ് ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് റോമൻ റീൻസ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻറ്റിൽ ഒരു ടാഗ് ടീം മത്സരമെങ്കിലും കളിക്കാൻ വരും. അപ്പോൾ അതിലേക്കൊരു സ്പെഷ്യൽ ഒരു ഇൻവിറ്റേഷൻ പോലെ ഈ ബാസ്കറ്റ്ബോൾ അംഗത്തെ ക്ഷണിച്ചതായിരിക്കുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, റോമൻ റീൻസും ഈ ഒരു പ്ലെയറും ഭാഗമായിട്ടുള്ള ഫേസ് ടു ഫേസ് ഒരു സെഗ്മെൻറ്റാണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരും മണിക്കൂറുകളിൽ കിട്ടുമ്പോൾ അപ്ഡേറ്റായി നിങ്ങളിലേക്ക് എത്തിക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് നിലവിലെ വുമൻസ് ചാമ്പ്യനായ റിയ റിപ്ലിയെ സംബന്ധിച്ചാണ്. റിയ റിപ്ലി ഇപ്പോൾ സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ ആക്റ്റീവ് അല്ല. താരത്തിൻ്റെ കാലിന് സംഭവിച്ച ഇഞ്ചുറിയാണ്. പക്ഷേ നിലവിൽ വുമൻസ് ഡിവിഷനിൽ വലിയ പ്രശ്നം WWE നേരിടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇഞ്ചുറി കാരണം മാറി നിൽക്കുന്ന റിയ റിപ്ലിയും ടൈറ്റിൽ ഡിഫൻസുകൾ നടത്താതെയുള്ള ലിവ് മോർഗനുമാണ് ഇരു ബ്രാൻഡിൻ്റെയും ചാമ്പ്യൻഷിപ്പ് കൈവശം വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിന് യാതൊരുവിധ വിലയും ഇല്ലാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ സമ്മർ സ്ലാമിലെ സ്റ്റോറി ബിൽഡായി പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള എതിരാളികളോ കൃത്യമായിട്ടുള്ള സ്റ്റോറിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ വുമൻസ് ഡിവിഷൻ അപ്പാടെ തകർന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത സ്റ്റോറി ലൈനുകളാണ് ഇപ്പോൾ മെയിനായിട്ട് ഈ റോയിലും സ്മാക്ഡൗണിലും കൂടുതൽ ഫോക്കസ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് സ്മാക്ഡൗണിലൊക്കെ ഈ ചാമ്പ്യൻഷിപ്പ് ഇല്ലാത്ത സ്റ്റോറി ലൈനുകളാണ് കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത്. റിയ റിപ്ലി ഇന്നലെ നടന്ന ഒരു പ്രോഗ്രാമിൽ റിയ റിപ്ലി പങ്കുവെച്ച ഒരു അപ്ഡേറ്റ് ഇഞ്ചുറി പൂർണ്ണമായി മാറിയിട്ടില്ല എന്നുള്ളതാണ്. മാറി വരുന്നേ ഉള്ളൂ എന്നാണ് റിയ റിപ്ലി പറഞ്ഞിട്ടുള്ളത്. താരത്തിന് കൃത്യമായിട്ട് നടക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ മുട്ടുമടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ റിയ റിപ്ലി പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി റിയ റിപ്ലി ഇനി റിങ്ങിലേക്ക് കയറുന്നത് താരത്തിന് കൂടുതൽ പരിക്കിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പോൾ റിയ റിപ്ലിയുടെ കൈവശമുള്ള ഈ ചാമ്പ്യൻഷിപ്പ് റിലിക്വിഷ് ചെയ്ത് ഒരു ടൂർണമെൻറ്റോ അല്ലെങ്കിൽ ഒരു മത്സരമോ നടത്തി പുതിയ ചാമ്പ്യനെ കൊണ്ടുവരുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ റിയ റിപ്ലിയുടെ സ്റ്റാർ വാല്യൂ അനുസരിച്ച് ആ താരത്തിൻ്റെ കയ്യിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ് വെക്കേറ്റ് ചെയ്യാൻ നിലവിൽ ക്രിയേറ്റീവ് ടീം തയ്യാറുമല്ല. അപ്പോൾ എന്തായാലും വുമൻസ് ഡിവിഷൻ അപ്പാടെ തകർന്നു. റസൽമേനിയ 42 ശേഷം ലിവ് മോർഗൻ ആണെങ്കിൽ ടൈറ്റിൽ ഡിഫെൻഡ് ഒരു തവണ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ WWE എന്താണ് ഇവരെ കൈവശം ഈ ചാമ്പ്യൻഷിപ്പ് കൊടുത്തിട്ട് പ്ലാൻ ചെയ്യുന്നത്, ഇവർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് അവരുടെ യഥാർത്ഥ പദ്ധതി, അങ്ങനെയൊന്നും യാതൊരുവിധ ഒരു പ്ലാനും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി സമ്മർ സ്ലാമിലേക്ക് തന്നെ ഇവരുടെ മത്സരം ഉണ്ടായിരിക്കുമോ, ഉണ്ടെങ്കിൽ തന്നെ അത് ആരെതിരെ എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്തായാലും കൂടുതൽ കുഴപ്പങ്ങളിലേക്കാണ് വുമൻസ് ഡിവിഷനിലെ സ്റ്റോറി ലൈനുകൾ കടന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ലോഗൻ പോൾ എന്ന് പറയുന്ന ദ വിഷൻ ടീമിലെ അംഗത്തെ സംബന്ധിച്ചാണ്. ലോഗൻ പോളിൻ്റെ കൈക്ക് ഇഞ്ചുറി പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ലോഗൻ പോൾ ചിലപ്പോൾ ഒരു 6 മാസമെങ്കിലും മാറി നിൽക്കുമെന്നുള്ള രീതിയിലാണ് ആദ്യം പുറത്തേക്ക് വന്ന അപ്ഡേറ്റ്സ്
എന്നുണ്ടെങ്കിലും ഇപ്പോൾ അദ്ദേഹം ആ ഒരു ഇഞ്ചുറി വെച്ചിട്ടും ഇപ്പോൾ റോയിലൊക്കെ വളരെ ആക്റ്റീവാണ്. അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നത് ഇഞ്ചുറി നല്ല രീതിയിൽ മാറി വരുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും നേരത്തെ തനിക്ക് ഒരു റെസ്ലിംഗ് മത്സരത്തിനൊക്കെ വേണ്ടി റിങ്ങിലേക്ക് വരാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ലോഗൻ പോൾ അദ്ദേഹത്തിൻ്റെ 100% ഈ ഒരു പ്രൊഫഷണൽ റെസ്ലിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇഞ്ചുവേർഡ് ആയിട്ടും അദ്ദേഹം വരണമെന്ന് നിർബന്ധമില്ലെങ്കിൽ പോലും അദ്ദേഹം സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കൂടാതെ ലോഗൻ പോൾ തമാശ രൂപേണയാണോ അതോ കാര്യത്തിലാണോ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞത് എന്ന് അറിയില്ല. ഈ WWE 2009-8 കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു പ്രൈവറ്റ് ജെറ്റ് ഉണ്ടായിരുന്നു. അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. $10.4 അതിൻ്റെ ഒരു വിൽപ്പന തുക എന്ന് പറയുന്നത്. അപ്പോൾ അത് വാങ്ങാനുള്ള ഒരു താല്പര്യം നിലവിൽ ലോഗൻ പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് യൂട്യൂബ് തംബ്നെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്ഷനാക്കി ഇട്ടതാണോ അതോ അങ്ങനെയുള്ള ഒരു പ്ലാൻ ലോഗൻ പോളിന് മുന്നിൽ ഉണ്ടോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. നമുക്കറിയാം ഈ പോൾ ബ്രദേഴ്സ് എപ്പോഴും ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വിടാറുണ്ട്. അത് എൻ്റർടൈൻമെൻറ്റ് മേഖലയിലായാലും സ്പോർട്സ് മേഖലയിലായാലും ഇവർ വലിയ വലിയ വാർത്തകളാണ് എപ്പോഴും ലോകത്തിന് സമ്മാനിക്കാറുള്ളത്. അപ്പോൾ ഈ വലിയൊരു തുക മുടക്കി ഈ പ്രൈവറ്റ് ജെറ്റ് വാങ്ങി എന്നിട്ട് ഈ പ്രൈവറ്റ് ജെറ്റിലൂടെയുള്ള അവരുടെ വ്ളോഗ്സൊക്കെ ആയിരിക്കാം മിക്കവാറും ലോഗൻ പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുക. എന്തായാലും വലിയൊരു തുക മുടക്കി ഈ ഒരു പ്രൈവറ്റ് ജെറ്റ് വാങ്ങേണ്ട ആവശ്യം ലോഗൻ പോളിനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഉത്തരം വ്യക്തമല്ല. എന്തായാലും WWE പ്രൈവറ്റ് ജെറ്റാണ്. ഇപ്പോൾ WWE സൂപ്പർ സ്റ്റാർ ആണ് ലോഗൻ പോൾ. അപ്പോൾ ലോഗൻ പോൾ അതിൽ ഒരു നൊസ്റ്റാൾജിയ കാണുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വാങ്ങാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചത്. കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നാലാമത്തെ അപ്ഡേറ്റ് AJ സ്റ്റൈൽസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. WWE ഹോൾ ഓഫ് ഫെയിമറും അതുപോലെ തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാൾ കൂടിയായ റിട്ടയർ ചെയ്ത AJ സ്റ്റൈൽസ് ഇക്കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പങ്കുവെക്കുകയുണ്ടായി. മെക്സിക്കോയിൽ AAA എന്ന് പറയുന്ന കമ്പനിയെ WWE അക്വയർ ചെയ്തതിന് ശേഷം AAAയുടെ മൊത്തത്തിലുള്ള ഒരു വ്യത്യാസം AAA ഷോ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം വേൾഡ് വൈഡ് നല്ലൊരു അറ്റൻഷൻ കിട്ടാൻ തുടങ്ങി. ഈ AAA ഷോയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവരാതെ WWE-യിലുള്ള ആക്റ്റീവായിട്ടുള്ള മെയിൻ റോസ്റ്ററിലെ യങ് ടാലൻസിനെ അതുപോലെ തന്നെ നെക്സ്റ്റിലെ യങ് ടാലൻസിനെയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് AAA ഷോസ് മാക്സിമം ഒരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിലേക്ക് അവർ മാറ്റിയെടുത്തു. അപ്പോൾ ഈ മെക്സിക്കോയിലെ ഓഡിയൻസിനെ WWE എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതുപോലെ തന്നെ ജാപ്പനീസ് ഓഡിയൻസിനെയും ട്രീറ്റ് ചെയ്യണം. അതിനൊരു റെസ്ലിംഗ് കമ്പനി ഇപ്പോൾ AAA വാങ്ങിയതുപോലെ ജപ്പാനിൽ ഒരു റെസ്ലിംഗ് കമ്പനി WWE വാങ്ങണം എന്നും ജാപ്പനീസ് ക്രൗഡിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, അവിടുത്തെ ബിസിനസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് AJ സ്റ്റൈൽസ് എന്ന ഹോൾ ഓഫ് ഫെയിമർ പങ്കുവെക്കുന്നത്. നമുക്കറിയാം AJ സ്റ്റൈൽസിൻ്റെ കരിയറിലെ നിർണായകമായിട്ടുള്ള ഒരു സമയം അദ്ദേഹം ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലാണ് ചിലവഴിച്ചത്. ബുള്ളറ്റ് ക്ലബിൻ്റെ ലീഡറൊക്കെ ആയിട്ട് അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിന് അമേരിക്കയിൽ വലിയൊരു എക്സ്പോഷർ കിട്ടിയത് അവർക്ക് അമേരിക്കൻ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് വലിയ രീതിയിൽ വളരാനുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചതും AJ സ്റ്റൈൽസിൻ്റെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിലേക്കുള്ള പോക്കായിരുന്നു. അപ്പോൾ ജാപ്പനീസ് ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് ഏത് ലെവലിലാണ് എന്നുള്ളത് AJ സ്റ്റൈൽസിന് അറിയാം. അതുകൊണ്ടാണ് ജാപ്പനീസ് മേഖലയിലേക്കും ജപ്പാനിലെ കളികളുടെ ഇടയിലും നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയ AJ സ്റ്റൈൽസ് WWE ഒരു കമ്പനി വാങ്ങിച്ച് AAAക്ക് കൊടുക്കുന്ന അതേ മുൻഗണന ആ കമ്പനിക്ക് കൊടുത്ത് ജാപ്പനീസ് ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റ് കളയാതെ WWE എലമെൻറ്റുകൾ കയറ്റിക്കൊണ്ട് അവിടെ നിന്നും വരുമാനം ഉണ്ടാക്കാനും അവിടെ നിന്നുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉപയോഗിക്കാനും WWE ശ്രമിച്ചാൽ അതിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് AJ സ്റ്റൈൽസ് പറയുന്നത്. ഇത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് AJ സ്റ്റൈൽസിന് കൃത്യമായി അറിയില്ല എന്ന് AJ സ്റ്റൈൽസ് പറയുന്നു. കമ്പനി അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് എടുക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു വ്യക്തത ഇല്ല എന്ന് AJ സ്റ്റൈൽസ് പറയുന്നുണ്ട്. പക്ഷേ മെക്സിക്കോയിൽ നമ്മളിപ്പോൾ കാണുന്ന AAAയുടെ വലിയൊരു വിജയം അത് ജാപ്പനീസിൽ ഒരു റെസ്ലിംഗ് കമ്പനി വാങ്ങി WWE സ്വന്തമാക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള AJ സ്റ്റൈൽസിൻ്റെ പ്രതികരണം നമ്മൾ എന്തായാലും കൂടുതൽ ക്യൂരിയോസിറ്റിയോടുകൂടി കാണണം. കാരണം WWE ചിലപ്പോൾ അത്തരത്തിലുള്ളൊരു പദ്ധതി തയ്യാറാക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു ആദ്യ സൂചനയായിരിക്കണം AJ സ്റ്റൈൽസ് ഇത്തരത്തിലുള്ളൊരു അഭിപ്രായം ഇത്രയും ഓപ്പണായി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. കണ്ടു തന്നെ അറിയണം അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് നടക്കുമോ എന്ന്. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് ഇന്നലെ കഴിഞ്ഞ UFC 329 എന്ന് പറയുന്ന പേപ്പർ വ്യൂവിനെ സംബന്ധിച്ചാണ്. കോണർ മെഗ്രാഗറിൻ്റെ 5 വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മൾ എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരുന്ന മത്സരം. പക്ഷേ 1 മിനിറ്റിന് താഴെ അതിൻ്റെ ഒരു ഗതി നിർണ്ണയിക്കപ്പെടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മാക്സ് ഹോളോവേ എന്ന് പറയുന്ന ഫൈറ്ററിനെതിരെ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങിയ കോണർ മെഗ്രാഗറിന് അദ്ദേഹം ആ
ഫൈറ്റ് തുടങ്ങി ആദ്യ സെക്കൻഡിൽ തന്നെ ചാടി കിക്ക് ചെയ്യാൻ വന്നതിന് ശേഷം നേരിട്ട ഇഞ്ചുറി പിന്നീട് റഫറി സ്റ്റോപ്പ് ചെയ്യുന്നതിലേക്കും മാക്സ് ഹോളോവയെ വിജയമായി പ്രഖ്യാപിക്കുന്നതിലേക്കും നയിച്ചു. എന്നാൽ അതിനുശേഷം നടന്ന വലിയൊരു ചർച്ച സോഷ്യൽ മീഡിയയിലെ എന്ന് പറയുന്നത് ഈ കൊണർ മെഗ്രാഗറിന് മത്സരത്തിന് മുൻപേ പരിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊണർ മെഗ്രാഗർ കാലിന് കൂടുതൽ സ്ട്രെസ് കൊടുത്തുകൊണ്ട് ആ ഒരു കിക്ക് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചത്. എന്നിട്ട് പരിക്ക് കുറച്ചും കൂടി ഗുരുതരമാക്കി ആ മത്സരം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും തടിയൂരുക എന്നുള്ള ഒരു രീതിയിലേക്ക് കൊണർ മെഗ്രാഗർ കടന്നതാണ് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു. പിന്നീട് UFC തന്നെ ഇതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നൽകി. UFC പുറത്തേക്കിട്ട വീഡിയോയിൽ കൊണർ മെഗ്രാഗറിന് യാതൊരുവിധ ഇഞ്ചുറിയും ഇല്ല എന്നുള്ളത് അവർ സ്ഥിരീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതുമാത്രമല്ല കൊണർ മെഗ്രാഗർ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അദ്ദേഹത്തിന് ഈ ഫൈറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാമപ്പ് സമയത്തോ എൻട്രൻസ് സമയത്തോ യാതൊരുവിധ ഇഞ്ചുറിയും നേരിട്ടിട്ടില്ല എന്നും ആ ഒരു കിക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത തീരുമാനമാണ് തൻ്റെ പരിക്കിലേക്ക് നയിച്ചത് എന്നുള്ളതും കൊണർ മെഗ്രാഗർ പങ്കുവെക്കുന്നു. കൂടാതെ കൊണർ മെഗ്രാഗർ തിരിച്ചു വരും എന്നുള്ളതും കൊണർ മെഗ്രാഗർ അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലൂടെ പങ്കുവെക്കുകയുണ്ടായി. UFC-യിൽ നമ്മൾ എല്ലാവരും വലിയൊരു ഹൈപ്പോട് കൂടി കാത്തിരുന്നതായിരുന്നു കൊണർ മെഗ്രാഗറിൻ്റെ ഈ ഒരു മത്സരത്തിന്. പക്ഷേ അതെന്തോ ഹൈപ്പിനൊത്തിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളതല്ല, പരിക്കൊന്നും നമ്മുടെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ കൊണർ മെഗ്രാഗറിൻ്റെ ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശയായിരുന്നു. UFC ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശയായിരുന്നു. മാക്സ് ഹോളോവേ എന്ന് പറയുന്ന ഫൈറ്ററെ സംബന്ധിച്ചും അത് വലിയൊരു നിരാശയായിരുന്നു. കാരണം കൊണർ മെഗ്രാഗറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു വിജയം ആയിരുന്നില്ല മാക്സ് ഹോളോവേ പ്രതീക്ഷിച്ചത്. നല്ലൊരു ഫൈറ്റും അതിലൂടെയുള്ള ഒരു വിജയമായിരുന്നു പ്രതീക്ഷിച്ചത്. ഇനി എന്നാണ് കൊണർ മെഗ്രാഗർ തിരികെ ഈ UFC ഒക്ടാഗൺ റിങ്ങിലേക്ക് കയറുക എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഈ ഒരു ഡീറ്റെയിലും കൂടി പങ്കുവെക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മുടെ റെസ്ലിംഗ് വാർത്തയുടെ അപ്പം ഡീറ്റെയിൽ ആയിട്ട് പങ്കുവെച്ചത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.